ഹായ്, വെൽക്കം ടു 077. സിവിൽ സ്കോറും നിങ്ങളറിയാത്ത ചില കാര്യങ്ങളും. എങ്ങനെയാണ് സിവിൽ സ്കോറിനകത്ത് ഈ വീഴ്ച വരുന്നത്? പ്രധാനമായിട്ടും 3 കാര്യങ്ങളാണ് അതിനെ എഫക്റ്റ് ചെയ്യുന്നത്. ഒന്ന്, നിങ്ങളുടെ തിരിച്ചടവിലുള്ള വീഴ്ചകൾ. തിരിച്ചടവ് ഒരു ദിവസം വൈകിയാൽ പോലും അത് റിപ്പോർട്ട് ചെയ്യപ്പെടും. അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടെയുള്ള എൻക്വയറീസ്, നിങ്ങളുടെ ഹാർഡ് എൻക്വയറീസ്, ബാങ്ക് ലോണിലേക്കുള്ള ഹാർഡ് എൻക്വയറീസ്, ഇതും വലിയൊരു ഘടകമാണ്. മൂന്നാമതായിട്ട് നമുക്ക് അനുവദിച്ചിരിക്കുന്നൊരു ലിമിറ്റുണ്ട്. ആ ലിമിറ്റിൽ 30% എബവ് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതും സിവിൽ സ്കോറിനെ ബാധിക്കും. ഇത് മൂന്നും വളരെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ്. ആരും ശ്രദ്ധിക്കാതെ കിടക്കുന്ന ചില ചെറിയ പോയിന്റിലൂടെ ഞാൻ പറയാം. ഒന്നാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റിൽമെൻറ്റ് ഓപ്ഷൻ ഒരു കാരണവശാലും ചെയ്യരുത്. അത് നമ്മളുടെ ക്രെഡിറ്റ് ഹിസ്റ്ററിക്കകത്ത് ഒരു ചുമന്ന മഷി ഒരിക്കലും മായാതെ കിടക്കുന്നതിന് തുല്യമാണ്. അതാണ് നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത്. രണ്ടാമത്, മിനിമം എമൗണ്ട് നമ്മൾ പേയ്മെൻ്റ് ഉണ്ട്, മിനിമം ഡ്യൂ, ഇപ്പോൾ ആ എമൗണ്ട് പേ ചെയ്യും. ഒരിക്കലും അത് ചെയ്യരുത്. അത് നമ്മൾ ഒരു വലിയ കടക്കാരനാണെന്ന് ബാങ്കിനെ ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ അത് നമ്മുടെ ഹിസ്റ്ററി കിടക്കും. മൂന്നാമതായിട്ട്, നമ്മുടെ പഴയ അക്കൗണ്ടുകൾ ഡിലീറ്റ് ആക്കാൻ നോക്കരുത്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ലോങ് ക്രെഡിറ്റ് ഹിസ്റ്ററി നമുക്കുള്ളതാണ് സിവിൽ സ്കോറിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ലത്. സിവിൽ സ്കോർ കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തൊക്കെയാണ് ഇപ്പം ഇനി ഉണ്ടാകാൻ പോകുന്ന പ്രശ്നങ്ങൾ? നമ്മൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെ, നമുക്കൊരു അത്യാവശ്യത്തിന് ഹൗസിംഗ് ലോണോ പേഴ്സണൽ ലോണോ ആവശ്യമായിട്ട് വരുമ്പോൾ വർഷങ്ങളോളം നമ്മൾ കാത്തിരിക്കേണ്ടി വരും, കിടന്നലയേണ്ടി വരും. ഇപ്പോൾ തന്നെ ഏറ്റവും പ്രധാനമായിട്ടും പല സ്ഥാപനങ്ങളിലും ജോലി കൊടുക്കുമ്പോൾ അവർ സിവിൽ സ്കോർ ചെക്ക് ചെയ്തിട്ടാണ് എംപ്ലോയ്മെൻറ്റ് റിലീസ് ചെയ്യുന്നതെന്നാണ് ഇപ്പോഴത്തെ ഒരു കാര്യങ്ങളിങ്ങനെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇനി ഒരു മാരേജ് പ്രപ്പോസൽ നടക്കുന്ന സമയത്ത് പോലും സിവിൽ പേപ്പർ കൃത്യമായി കൊടുക്കേണ്ട ഒരു സാഹചര്യം വന്നുകൂടായികയില്ല. അപ്പോൾ അത് കൃത്യമായിട്ട് തന്നെ എല്ലാവരും ശ്രദ്ധിക്കണം. ഇതെല്ലാം മാറ്റിവെക്കാനായിട്ട് പ്രത്യേകിച്ച് എളുപ്പ വഴികളൊന്നുമില്ല. നമ്മളുടെ കുടിശ്ശികളെല്ലാം ഇമ്മീഡിയറ്റായിട്ട് തീർക്കുക. ഏതെങ്കിലും ഒരു ചെറിയ കൺസ്യൂമർ ലോൺസ് ഉണ്ടല്ലോ, ആ കൺസ്യൂമർ ലോൺസ് എടുക്കുക, ചെറിയ എമൗണ്ടിൻ്റെ എടുക്കുക, അത് കൃത്യമായിട്ട് തിരിച്ചടച്ചു കൊണ്ടുപോവുക. സെക്യൂർഡ് ലോൺസ്, അതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വഴി. നമ്മുടെ ഗോൾഡ് ലോൺ അല്ലെങ്കിൽ ഒരു വെഹിക്കിൾ ലോൺ, ഇത് കൃത്യമായിട്ട് കറക്റ്റ് ചെയ്ത് എടുത്തതിന് ശേഷം നമ്മളത് കൃത്യമായിട്ട് തന്നെ ചെയ്തു കഴിഞ്ഞാൽ നമ്മളുടെ സ്കോറിൻ്റെ മാറ്റങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാകും. ഇതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വഴി. പിന്നെ വളരെ സാധ്യതകളുള്ള മറ്റൊരു കാര്യം, നമുക്കൊരു സെക്യൂർഡായിട്ടുള്ള ഒരു ക്രെഡിറ്റ് കാർഡ് എടുക്കുക. അതിന് ചെയ്യേണ്ട കാര്യം, നമ്മൾ ഏതെങ്കിലും ഒരു ബാങ്കിൽ വളരെ ചെറിയൊരു എമൗണ്ട് ഫിക്സഡ് ഡെപ്പോസിറ്റ് എടുക്കുക. ആ ഫിക്സഡ് ഡെപ്പോസിറ്റ് എഗെയിൻസ്റ്റ് FD എന്നുള്ള രീതിയിൽ ഒരു ക്രെഡിറ്റ് കാർഡിന് അപ്ലൈ ചെയ്യുക. ആ ക്രെഡിറ്റ് കാർഡ് എടുത്തിട്ട് നമ്മൾ അനുവദനീയമായ രീതിയിൽ നമ്മളൊന്ന് യൂസ് ചെയ്തിട്ട് കൃത്യമായിട്ട് തിരിച്ചടച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ക്രെഡിറ്റ് സ്കോർ തീർച്ചയായിട്ടും വളരെ പെട്ടെന്ന് തന്നെ ഉയരുന്നതാണ്. പിന്നെ നമുക്ക് മറ്റ് പരാതികൾ നമ്മളുടെ റിപ്പോർട്ടിനകത്തുണ്ടെങ്കിൽ നമ്മൾ mycivil.com നമുക്കൊരു പരാതി റൈസ് ചെയ്യാം. അതിന് 30 ദിവസത്തിനകത്ത് വെച്ച് തന്നെ ബാങ്കിൻ്റെ ഭാഗത്തുനിന്ന് ഒരു കാര്യങ്ങൾ വരും. സോ ഇതെല്ലാവർക്കും പ്രയോജനപ്പെടുന്ന വിഷയങ്ങൾ ഞാൻ സംസാരിച്ചു എന്ന് കരുതുന്നു. സിവിലുമായിട്ട് ബന്ധപ്പെട്ട ഇഷ്യൂസ്, സിവിൽ മുന്നോട്ട് നന്നായിട്ട് കൊണ്ടുപോകാനുള്ള മറ്റുള്ള കൺസൾട്ടേഷന് തീർച്ചയായിട്ടും നമുക്ക് മെസ്സേജ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടപ്പെടുകയാണ്, മറ്റുള്ളവർക്കും കൂടെ പ്രയോജനപ്പെടട്ടെ എന്ന് കരുതുകയാണെങ്കിൽ ഇത് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു.